അവർക്ക് ചാത്തനും മറ്റേ കാളിയല്ലേ ഉള്ളൂ. അങ്ങനെയായി അവർ ഈ ആല് വെച്ചപ്പോഴത്തെ അവർ അവിടുത്തെ മേൽക്കോയ്മ അന്ന് നേരത്തെ പറയുന്ന നമ്മൾ ജാതി തിരിച്ച് പറയാം നായന്മാർ ഈ രണ്ടാല് പിഴുതെടുത്ത് കളഞ്ഞു. ഈ രണ്ടാലും അത് എൻ്റെ അപ്പൻ്റെ അപ്പൂപ്പമ്മ കാലം വരും. ഇവർ ഊണും ഉറക്കമില്ലാതെ ഇവിടെ കിടന്ന് കിളിപ്പിച്ചാലാണ് ഈ രണ്ടാലും. അങ്ങനെയാണ് ഈ അമ്പലങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു 4 തലമുറ കഴിഞ്ഞു. ചരിത്രങ്ങളുണ്ട് ഈ അമ്പലത്തിനെ പറ്റി. 4 തലമുറ ഉണ്ട്, പഴക്കമുണ്ട് ഇതിന്. ഉണ്ട്. ഈ 4 തലമുറയുടെ പഴക്കമുണ്ട്. ഉണ്ട്. ഇതിപ്പോൾ ഇതിന് താഴെയായിരുന്നു. ഇതിന് പൊക്കമുണ്ട്. അത്രയും പൊക്കം ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ മണ്ണിട്ട് കെട്ടി കിളത്തി എത്രയും ഇവിടെ കെട്ടി. ഇത് കണ്ടോ, ഇതിന് താഴെയായിരുന്നു. ഈയിടെ ആളെ അടുത്ത ഇതിനകത്ത് ഈ വണ്ണ കൂടുതലുണ്ട്. ഉണ്ട്. ഇത്രയും മണ്ണിട്ടില്ലേ? നേരത്തെ ഇങ്ങനെ കയറാക്കത്തില്ല. ഇപ്പം നമ്മൾ ഇത്രയും മണ്ണ് അവിടെ മുതൽ കെട്ടി. അങ്ങനെ ഇവിടെ ചവിട്ടാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ഞങ്ങളുടെ അപ്പന്മാർ കാലത്തുണ്ടാക്കിയാണ് സാധനം മൊത്തം. ചരിത്രമുണ്ട്. വരുന്നവർക്കെല്ലാം ഞങ്ങളുടെ അപ്പന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ള അന്നത്തെ ആൾക്കാർ, അന്നത്തെ ഈ മേൽക്കോയ്മയുള്ള ചെങ്ങന്നൂർ മഹാജോഷത്തിലെ പാരവകളെല്ലാം അവർക്കെല്ലാം ശരിക്കും ഇപ്പോഴും ഇതിന് തോന്നുന്നില്ല. ഇപ്പം ജീവിച്ചിരിക്കും ഇത് തോന്നുന്നില്ല. അപ്പന്മാർ പറയുന്നത് ഇപ്പം ജീവിച്ചിരിക്കാൻ പറയുന്നത്. അങ്ങനെ ചരിത്രം അമ്പലമാണ് പാണ്ടന്മാർ അമ്പലമാണ്. അത് കൃഷ്ണനല്ല അവിടെ ദേവതയും വാഴത്തില്ല. അതുകൊണ്ട് ഒരേക്കർ 36 സെന്റ്. അത് നമ്മുടെ ഈ കരകത്തിൻ്റെ മണ്ണിലുമായിരുന്നു. അത് പറഞ്ഞില്ല ഒത്തിരി വർഷം ഉള്ള അത് നമ്മളത് പണിയണമെങ്കിൽ അമ്പലം പണിയാതെ അത് പൂർത്തീകരിക്കത്തില്ല. അമ്പലം പണി വരുമ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ വരും. അതുകൊണ്ട് അത് പണിയെടുത്തിരിക്കും. അത് കഴിഞ്ഞ ശേഷം സർക്കാർ സ്കൂളായിട്ട് അവൾ കൊടുത്തിരിക്കുമായിരുന്നു. 15 വർഷം സർക്കാരിന് കൊടുത്തു. നിലത്തെഴുത്തും 1ാം ക്ലാസ് 15 വർഷം കൊടുത്തു. പിന്നെ നമ്മൾ സർക്കാർ തിരിച്ചു മേടിച്ചാണ്. അത് ദോഷമാകുന്ന കൊണ്ട് അന്ന് അവർക്കന്മാർ 15 വർഷം സർക്കാർ എടുത്തിട്ട് അവരുടെയും തിരിച്ചു സർക്കാർ കൊടുത്തു. സർക്കാർ സ്കൂളായിട്ട് നമ്മൾ കൊടുത്തിട്ട് അംഗനവാടി കെട്ടിടമായിട്ട് നമ്മളിപ്പോൾ കൊടുക്കുന്നതല്ലേ. ഇപ്പോൾ നമ്മുടെ എന്താ സർക്കാർ ഓഫീസ് കൊടുക്കാൻ നമ്മുടെ വസ്തു കൊടുക്കത്തില്ലേ? പോലീസ് സ്റ്റേഷന് വേണ്ടിയും അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫീസിന് വേണ്ടി അങ്ങനെ കൊടുക്കുക. ഭാര്യ ഭർത്താക്കന്മാർക്കൊക്കെ തൊഴാനൊക്കെ വരാമല്ലോ. അതൊന്നും